ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെറിയൊരു യാത്ര പോകുന്ന വിശേഷമാണ് പറയാൻ പോകുന്നത്. ഞാനും ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങളിവിടുന്ന് വെളുപ്പിന് 4 മണിക്ക് 2 വീലറിൽ അടൂരേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 വീലറിൽ വെളുപ്പിന് ഞങ്ങൾ അടൂരേക്ക് പോയി. പോകുന്ന സമയത്ത് അടൂരേക്ക് പോകുന്ന വഴിക്ക് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ അടൂര് ഈ സമയത്ത് പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. പക്ഷേ വെളുപ്പിനെ ആയതുകൊണ്ട് അത്രയധികം തിരക്കുകളൊന്നുമില്ല. ഞങ്ങൾ അടൂര് ഈ നമ്മൾ പേ ആൻഡ് പാർക്കിൽ പൈസ അടച്ചിട്ട് വെക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് പോകാമെന്നാണ് കരുതിയത്. ഞങ്ങൾ അവിടെ വെച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇറങ്ങിയ സമയത്ത് വലിയ തിരക്കുകളൊന്നുമില്ല. വെളുപ്പിനെ ആണെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അവിടെ ഇവിടെയും പോകുന്നുണ്ട്. പോലീസ് പെട്രോളിംഗ് വാഹനം അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ത്രീകളാണെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് ദൂരയാത്ര പോകുമ്പോൾ പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരം ഫാസ്റ്റിന് കയറിയപ്പോഴും അവിടെയും വലിയ തിരക്കുകളൊന്നുമില്ല. ഞങ്ങൾ കയറി ഇരുന്നപ്പോഴാണ് തിരക്ക് കൂടിയത്. അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യാത്ര തിരിച്ചു. 2.5-3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. വളരെയധികം ടയേർഡായിരുന്നു. കാരണം എന്നൊന്നും നമ്മൾ യാത്ര ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെയധികം ക്ഷീണിച്ചു. അവിടുന്ന് ഞങ്ങൾ മറ്റൊരു ബസ്സിൽ ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലെത്തി. അവിടെയും വളരെയധികം തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് ഞങ്ങളവിടെ ചെറിയ ചടങ്ങിന് കുറച്ച് നേരം അവിടെ ഇരിക്കുകയുണ്ടായി, തിരക്ക് കാരണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്ലെയിൻ പോകുന്നത് കണ്ടത്. താഴ്ന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് വീഡിയോ എടുക്കണം തോന്നി. പിന്നെ ഞങ്ങൾ ഹനുമാൻ്റെ ഒരു ക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രം പോലെ ഉണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച സമയത്ത് അവിടെ ആ ചേച്ചി പറഞ്ഞു, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നല്ല ഫലസിദ്ധി ഉണ്ടാവും, നല്ലതാണെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ചിരാതിനകത്തിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മളവിടെ ആ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ. അതൊക്കെ നമ്മൾ വേറിട്ടൊരു അനുഭവമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. ചേച്ചിയുടെ മോൾ അങ്ങനെ അവിടെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ കയറിയ സമയത്ത് മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം എറണാകുളം ബസ് കിട്ടി. എറണാകുളം ബസ്സിൽ കയറി യാത്ര തിരിച്ചു. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും സീറ്റൊക്കെ കിട്ടി. യാത്ര തിരിച്ചു. 2-3 അധികം ടയേർഡ് ആയില്ല. തിരിച്ച് വന്ന സമയത്ത് ഞങ്ങൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമൊക്കെ കണ്ടെങ്കിലും തൊഴാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ 3 മണിയോടെ വീട്ടിലേക്കെത്തി.